1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടിയ എടവണ്ണ പത്തപ്പിരിയത്ത് 6 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വനം വകുപ്പ് പാനൽ ഷൂട്ടറിന്റെ നേതൃത്വത്തിൽ പന്നികളെ കൊന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എടവണ്ണ പാലപ്പറ്റയിൽ പന്നി സ്കൂട്ടറിന് കുറുകെ ചാടി അരീക്കോട് സ്വദേശി മരിച്ചിരുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മനുഷ്യജീവനും കൂടി പന്നികൾ ഭീഷണിയായി മാറുകയാണ്. എടവണ്ണ പാലപ്പറ്റയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവം ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൃഷിയിടത്തിൽ പുല്ലരിയുന്നതിനിടെ പത്തപ്പിരിയത്ത് കർഷകനെ പന്നി ആക്രമിച്ചത്. ക്ഷീരകർഷകനായ പത്തപ്പിരിയം വില്ലത്തൂർ വളയംകുന്നത്ത് ബാബുവിനാണ് കാട്ടുപന്നി ആക്രമണം മൂലം പരിക്കേറ്റത്. കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഇതിനകം കാട്ടുപന്നികളുടെ ആക്രമണത്തിനിരയായത്. മലയോരത്ത് പന്നിശല്യം വ്യാപകമായിട്ടും നിരന്തരം പരാതികൾ നൽകിയിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവുമുണ്ട്. മലയോരത്ത് കൃഷിനാശവും വ്യാപകമാവുകയാണ്. കാട്ടുപന്നി ശല്യം കാരണം മേഖലയിൽ കൃഷി ഉപേക്ഷിച്ച കർഷകരും അനവധിയാണ്. പത്തപ്പിരിയം ഏഴുകളരിയിൽ രാത്രിയും പകലും കാട്ടുപന്നികൾ കൂട്ടത്തോടെ വന്ന് കൃഷി നശിപ്പിക്കുന്നത് പതിവ് കാഴ്ചയാണ്. പന്നികളുടെ ആക്രമണം വർദ്ധിച്ചതോടെയാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമെടുത്തത്. മാനദണ്ഡങ്ങൾ പാലിച്ച് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ ഉത്തരവുണ്ടെങ്കിലും ഇതിനാവശ്യമായ ചെലവുകൾ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. അപ്പം പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഞ്ചായത്തിൽ നിന്ന് ചെയ്ത് തരാറില്ല. പിന്നെ ഇത് നമുക്ക് സംസ്കരിക്കാനുള്ള ചെലവുണ്ട്, പിന്നെ തെരന്റെ ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നിപ്പം ഫോറസ്റ്റിലായിരുന്നു ഒക്കെ ഒരു വെച്ച് വന്നിരുന്നു, നമുക്ക് റിസ്ക് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം പഞ്ചായത്തിലായപ്പം ചില പഞ്ചായത്തുകളൊന്നും നമ്മളെ പഞ്ചായത്തൊന്നും ചെയ്യുന്നില്ല. അവർക്ക് അതിന് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ട് സർക്കാർ വെച്ചിട്ടില്ല, പക്ഷെ പഞ്ചായത്ത് വകയിരുത്തണം എന്നാണ് നമ്മളെ അഭിപ്രായം. പല പഞ്ചായത്തും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ഥിരം ആ ശവങ്കണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നായ്ക്കളെയും കൊണ്ട് ഞങ്ങൾ രാവിലെ വന്നാണ്, രാവിലെ 10 മണിക്ക് വന്നിട്ടുണ്ട്. നമ്മളെ പഞ്ചായത്തിനകത്ത് ഇതുപോലെ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പല കർഷകരുടെയും ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ കാട്ടുപന്നി എന്നുള്ളത്. അപ്പോൾ പല ആളുകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇന്ന് ഇവിടെ 6 പന്നികളെയാണ് കണ്ടെത്തി ഇവിടെ നമ്മുടെ കുന്നത്തൂര് കുഞ്ഞിപ്പ വെടിവെച്ചിട്ടുള്ളത്. ഇതിലിപ്പോ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ നമ്മളെ വാർഡിൽ തന്നെ ഒരാളെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു മരണം നമ്മളെ പഞ്ചായത്തിൽ നിന്ന് തന്നെ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അരീക്കോടുള്ള ഒരാൾക്ക് ഒരു മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ എന്തായാലും പഞ്ചായത്തിൽ നിന്ന് ഇവിടെ കുഞ്ഞിപ്പ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഫോറസ്റ്റിന്റെ ഇതുപോലെ നിയന്ത്രണത്തിലായിരുന്നു, വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പോൾ പഞ്ചായത്തിന് പ്രസിഡന്റിന് അധികാരമുണ്ട് വെടിവെക്കാൻ, എങ്കിലും നമുക്ക് അതിനുള്ളൊരു ഫണ്ട് പറഞ്ഞ പോലെ സർക്കാരിൽ നിന്നും ലഭ്യമല്ല. അപ്പോൾ സംസ്കരിക്കാനുള്ള ഫണ്ട് എന്തായാലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകുകയാണ്. ഈസ്റ്റ് ലൈവ് എടവണ്ണ.